ആറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ സുധീഷിനെയും അതുപോലെ തന്നെ സുഭാഷ് ഏട്ടനെയൊക്കെ ഭീഷണിപ്പെടുത്തി നിൽക്കുകയാണ് പോലീസ്. അപ്പോൾ നിധി സാർ എന്ന് വിളിക്കും. ആരാ എന്തുവാണെന്ന് ചോദിക്കും. ഞാൻ എന്ന് പറയും. ആരാ എന്ന് ചോദിക്കും. ഞാൻ സുധീഷിൻ്റെ വൈഫാണെന്ന് പറയും. ഇതിലാരാ സുധീഷ് എന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറഞ്ഞാൽ ഞാനാന്ന് പറയും. സുധീഷ് ഭയങ്കര സന്തോഷമാവും നിധി അത് പറഞ്ഞു കേട്ടപ്പോൾ. സന്തോഷത്തോടെ ചേട്ടൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. ചേട്ടൻ അനിയൻ്റെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് പറയും സാർ ഈ പരാതിയിലൊക്കെ പറഞ്ഞിരിക്കണതൊക്കെ കള്ളമാണ്. ഞാനൊരു പെണ്ണല്ലേ സാർ, ഞാൻ കണ്ടതാണ്. ആ പെൺകുട്ടി ഞങ്ങളെ വീട്ടിലേക്കാണ് വന്നത്. ഇവർ വീട്ടുകാർ തമ്മിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. എന്നും ഞങ്ങളെ വീട്ടിലേക്ക് വരാറുണ്ട്. ഇന്നും അങ്ങനെ വന്നതാണ്. ഇത് അവരുടെ അച്ഛനും കെട്ടിച്ചമച്ച കഥയെന്ന് പറയും. എന്നിട്ട് പറയും ഞാൻ സുഭാഷ് ഏട്ടൻ നിധിയുടെ നമ്പർ ഒന്ന് എനിക്ക് തായോ എന്ന് പറയും. അങ്ങനെ നിധിയുടെ നമ്പർ കൊടുക്കും. അപ്പോൾ നിധിനെ ഫോണിൽ വിളിക്കുന്നപ്പോൾ നിധി കരഞ്ഞു പിഴിഞ്ഞിരിക്കുകയായിരിക്കുള്ളൂ. സോറി, സുനന്ദ കരഞ്ഞ് പിഴിഞ്ഞിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ സുനന്ദയുടെ നമ്പർ മേടിച്ചിട്ട് വിളിക്കണ്. സുനന്ദ നീ എന്ത് പണിയാണ് ചെയ്തത്? നീ അല്ലേടി ഞങ്ങളെ വീട്ടിലേക്ക് വന്നത്? നീയല്ലേ സുഭാഷ് ഏട്ടനെ അങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചതൊക്കെ? എന്നിട്ട് പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഒരു കള്ള പരാതി കൊടുത്തത്? നീ കാരണം 4 പേരുടെ ജീവിതമാണ് നശിക്കാൻ പോണത്. 4 പേരും ജയിലിൽ അടച്ചോട്ടെ എന്നാണ് നീ പറയുന്നേ. നീ പോലീസ് സ്റ്റേഷനിലേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയും. എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ല നിധി. എന്നെ ഇവിടെ പൂട്ടിയിട്ടേക്കണ്. ഞാൻ എന്ത് ചെയ്യും? ഞാനല്ല പരാതി കൊടുത്തത്. അച്ഛനും അമ്മയും വാശി തീർക്കണ്. ഞാൻ അങ്ങോട്ട് വന്നതാണ്. സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. നിനക്കും അറിയാലോ എന്ന് പറയും. പിന്നെ എന്താ അതൊരു കാര്യം ചെയ്യാം, ഞാൻ വീഡിയോ കോൾ ചെയ്യാം, നീ ആ സാറിനോടൊന്ന് സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ ആന്ന് പറയും. എന്നിട്ട് നിധി ചെന്ന് പറയും സാർ ആ പെൺകുട്ടിയെ അവർ മുറിയിലിട്ട് പൂട്ടിയേക്കണ്, അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്യാം സാർ, സാർ ഒന്ന് കേൾക്കാൻ കുട്ടി പറയണേന്ന് പറയും. എന്നിട്ട് നിധി വീഡിയോ കോൾ ചെയ്യും. അപ്പോഴത്തേനും സുനന്ദര അമ്മ സുനന്ദര അടുത്തേക്ക് വരും. ഫോൺ ശബ്ദം കേട്ടിട്ടാണ് വരുന്നത്. എന്തിനുണ്ട് ഇവള് നിന്നെ വിളിക്കണേന്ന് ചോദിക്കും. അപ്പോൾ ഒന്നുമില്ല, പോലീസ് സ്റ്റേഷനിൽ എന്തിനാ അമ്മ അങ്ങനെ കള്ളപ്പരാതി കൊടുത്തത്? സുഭാഷ് ഏട്ടനും അനിയന്മാരൊക്കെ സ്റ്റേഷനിൽ കയറിയില്ലേ, അമ്മ എന്തിനാ ഈ ചതി ചെയ്തതെന്നൊക്കെ ചോദിക്കും. ഞാൻ ഇതിൻ്റെ അപ്പുറവും ചെയ്യോടി, അവർ കുറച്ച് നാൾ അകത്ത് കിടക്കട്ടെ എന്ന് പറയും. എന്നിട്ട് വീണ്ടും വീണ്ടും നിധി വിളിക്കും. പക്ഷേ ഫോൺ എടുക്കില്ല. അപ്പോൾ നിധി പോലീസ് സാറിനോട് പറയുന്നുണ്ട്, സാർ എന്തോ അവിടെ പ്രശ്നമുണ്ട്, എന്തായാലും ഫോൺ ശബ്ദം കേട്ടിട്ട് അവർ ആരെങ്കിലും വന്നിട്ടുണ്ടാവും, അവർ ഫോൺ മേടിച്ചിട്ടുണ്ടാവും സാറേ, നമുക്കൊന്ന് പോകാം സാർ പ്ലീസ് എന്ന് പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുനന്ദര അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പോലീസുകാർ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങും. കൂട്ടത്തിൽ നിധി ഉണ്ടാവും. അതിന് പറയും ദേ സാർ ഇവരോട് ചോദിച്ചു നോക്ക്, ഈ പെൺകുട്ടി നിധി വരുന്ന നേരത്ത് സുനന്ദ വരുന്ന നേരത്ത് ഞാനുണ്ടായിരുന്നു വീട്ടിൽ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയും നിങ്ങളുടെ മകളെ വിളിക്കും, ഞങ്ങൾക്കൊരു പരാതി, ഈ നിങ്ങളെപ്പോലെ ഒരു പെൺകുട്ടി അതിന് വന്ന് പറഞ്ഞത് സുഭാഷ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്, നിങ്ങളെ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാര്യം അറിയണമെന്ന് പറയും. അപ്പോൾ സുനന്ദര അമ്മ ഒരു പൊടിക്ക് പോലും സുനന്ദനെ വിളിക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് എണ്ണി പറക്കിക്കൊണ്ടേയിരിക്കും, സുഭാഷ് കുറ്റം ചെയ്ത് തെറ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എൻ്റെ മോള് മാനസികമായി തകർന്നിരിക്കുന്നു, കരഞ്ഞു പിഴിഞ്ഞിരിക്കുന്നു, ഇന്ന് പെണ്ണ് കാണാൻ വരും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണക്കിന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയേക്കാണ്, അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അങ്ങനെ പോലീസുകാർ ആ സ്ത്രീയുടെ കള്ളക്കണ്ണീര് കണ്ടപ്പോൾ ഇങ്ങനെ വീണു എന്നുള്ളൊരവസ്ഥയിൽ വന്നപ്പോൾ നിധി നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തതെടുത്ത് കേൾപ്പിച്ചു കൊടുക്കും. സാർ ഇതൊന്ന് കേൾക്ക്, ഇത് പെൺകുട്ടി പറഞ്ഞതാണെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് സുനന്ദ പറയുന്നു, നിധി സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും സുഭാഷ് ഏട്ടൻ്റെ പേരിൽ കേസ് കൊടുത്തേക്കണ്, എന്നെ വേറെ കല്യാണം കഴിച്ചു വിടാനാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന റെക്കോർഡ് കേൾക്കും. ഇത് നിങ്ങളുടെ മോള് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. ഇതൊന്നും എൻ്റെ മോള് പറഞ്ഞതൊന്നുമല്ല സാർ, ഇത് വേറെ ആരെ കൊണ്ട് സംസാരിപ്പിച്ചതാണ്, എൻ്റെ മോള് ഫോണിൽ സംസാരിച്ചിട്ടില്ല, ആകെ തളർന്നിരിക്കുന്നു പറയും. മര്യാദയ്ക്ക് നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് വിളിച്ചോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറും, നിങ്ങളെ ഞാൻ ശരിയാക്കുമെന്ന് പറയും. അങ്ങനെ പോലീസുകാരൻ്റെ ഭീഷണിയിൽ സുനന്ദയുടെ അമ്മയെന്ന് സുനന്ദനോട് മുറിയിൽ നിന്ന് പോലീസുകാർ വന്നിട്ടുണ്ട്, പോലീസുകാരുടെ മുന്നിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, സുഭാഷ് നിന്നെ ഉപദ്രവിച്ചെന്ന് പറയണം, അവളെ കയ്യിൽ ഫോൺ റെക്കോർഡുണ്ട്, ആ വോയിസ് റെക്കോർഡുണ്ട്, അത് നിൻ്റെ അല്ലാന്നും പറയണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കോടി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം. അങ്ങനെ സുനന്ദ പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ സുനന്ദയോട് പോലീസുകാരൻ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തത് നിങ്ങളാണോ? അതല്ല, അതിന് മുന്നേ ആദ്യം ചോദിക്കുന്നത്, നിങ്ങളാണോ സുഭാഷിൻ്റെ വീട്ടിലേക്ക് പോയത്? സുഭാഷ് നിങ്ങളെ അപമര്യാദയായി പെരുമാറിയ സുഭാഷ് നിങ്ങളെ കയറി പിടിച്ചോ എന്നൊക്കെ ചോദിക്കും. ഒരുപാട് നേരം സുനന്ദ മിണ്ടാണ്ട് നിൽക്കും. അപ്പോൾ നിധിക്ക് ടെൻഷനാവും. കണ്ടില്ലേ സാറിൻ്റെ മോൾക്ക് മിണ്ടാൻ പോലും പറ്റണില്ല, പേടിച്ചിട്ടും വിഷമിച്ചിട്ടും ഇന്നത്തെ ഷോക്കാണെന്നൊക്കെ പറയും. സത്യം പറ കുട്ടി എന്ന് പറയും. നിങ്ങൾ കാരണം 4 പേരാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പിടിച്ചു വെച്ചേക്കുന്നത്, സത്യം പറഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത തീരുമാനം എടുക്കാമെന്ന് പറയും. ഇല്ല സാർ, സുഭാഷ് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. പിന്നെ ഞാൻ അങ്ങോട്ടാണ് പോയെന്ന് പറയും. ഈ റെക്കോർഡ് കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇത് നിങ്ങളാണോ എന്ന് ചോദിക്കും. അതെ, ഇത് എൻ്റെ ശബ്ദമാണെന്ന് പറയും. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കും. കുട്ടി എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കും. സാർ എനിക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയൊന്നും സമ്മതിക്കുന്നില്ല, വർഷങ്ങളായിട്ടുള്ള ഓരോ വഴക്കാണ് ഞങ്ങൾ ഇതിനിടയിൽ നിന്നും ഇട്ട് വട്ടം കറക്കണത്. അപ്പോൾ ആ പരാതി എന്ന് പറയും. ഞാൻ ആ പരാതി കൊടുത്തതല്ല സാർ, എൻ്റെ ഉപ്പ അച്ഛൻ ഇട്ടതാണ് സാറേ എന്ന് പറയും. അങ്ങനെ എല്ലാം വെട്ടി തുറന്ന് പറയുന്നു സുനന്ദ. നിധിക്ക് ഭയങ്കര സന്തോഷമായി. അതോടുകൂടി പോലീസുകാർ പറയും, സാറേ പോലീസുകാരോട്
സുനന്ദയുടെ അമ്മ പറയും, സാർ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് സാറേ എന്ന് പറയും. മിണ്ടരുതടി നീ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് മാനസികമായി ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് നിൻ്റെ പേരിൽ ഞാൻ കേസെടുക്കും. ചവിട്ടി കൂട്ടും ഞാൻ എല്ലാത്തിനും. നിങ്ങൾ കാരണം 4 പേരെ സമയമാണ് ഞാനവിടെ പാഴാക്കിയേക്കണ്, പിടിച്ച് വെച്ചേക്കണ്. അനാവശ്യമായി ഓരോ കള്ളക്കേസ് ഉണ്ടാക്കി പോലീസുകാരെ കബളിപ്പിക്കുന്നോടാന്നൊക്കെ ചോദിച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ സുനന്ദരച്ഛനെ പിടിച്ച് വലിച്ച് പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. സുനന്ദരച്ഛനെ കൊണ്ടുപോകുന്നതോടുകൂടി സുനന്ദ ആകെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ പിന്നാലെ അളിയനും അമ്മയൊക്കെ അയ്യോ സാറേ ഒന്നും ചെയ്യല്ലേ പിടിക്കല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നൊലോളിച്ച് ചെല്ലുന്നുണ്ടെങ്കിലും പക്ഷേ ഒരു രക്ഷയില്ല. അയാളെയും കൂടെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണ്. അത് കണ്ട് വിഷമത്തോടെ നിൽക്കുന്ന സുനന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.